Hi, I'm Thesnim Azeez. ഇന്നത്തെ റെസിപ്പി സ്പൈസി ബട്ടൂര. ബട്ടൂര നമ്മൾ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ഇപ്പോൾ സാധാരണ നമ്മൾ ബട്ടൂരൊക്കെ ഉണ്ടാക്കുന്ന മാവിന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് അതിൽ കുറച്ച് മല്ലിയിലയും സ്പൈസൊക്കെ ചേർത്തിട്ട് ചെയ്താൽ മതി. വളരെ ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്പൈസ് എല്ലാം ചേർക്കാം കേട്ടോ. ഇഷ്ടമുള്ള ഏത് സ്പൈസ് വേണമെങ്കിലും ചേർക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു സ്നാക്കാണ്, കുറച്ച് എരിവൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക്. എന്നാൽ എപ്പോഴും നമ്മൾ ഈ സ്പൈസി സ്നാക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിലൊന്നുകിൽ ചിക്കൻ, ഫിഷ് എല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. ഇത് അതൊന്നും ഇല്ലാതെ തന്നെ കുറച്ച് സ്പൈസി ആയിട്ട് കിട്ടുന്നതാണ്. നല്ല സ്പഞ്ചായിട്ടുണ്ടാവും, ആ ബണ്ണ് നല്ല സ്പഞ്ചായിട്ടുണ്ടാവും. ഫ്രൈ ചെയ്തെടുക്കുന്നത്. 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ബട്ടർ, ഒരു മുട്ടയുടെ പകുതി. മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഈ മുട്ട ഒഴിവാക്കുക കേട്ടോ. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, നല്ല ഈസ്റ്റ് ഉപയോഗിക്കണം എപ്പോഴും. ഇളം ചൂടുള്ള പാല് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർത്ത് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതിലും ഒരിത്തിരി ലൂസായിട്ട്, ബ്രെഡിനൊന്നും കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് ലൂസാവരുത്. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ തന്നെയാണ്, അതിലും വേണമെങ്കിൽ ഒരിത്തിരി ലൂസാക്കാം. ഒരു ബൗളെടുക്കുക, അതിലേക്ക് 1 ഡ്രോപ്പ് ഓയിൽ. നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. പ്രസ് ചെയ്യുമ്പോൾ അതുപോലെ തിരിച്ച് വരുന്നുണ്ടോ, അതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈ കൊണ്ട് കുഴച്ചാൽ മതി കേട്ടോ, മെഷീനില്ലെങ്കിലും കുഴച്ചെടുക്കാൻ പറ്റും. ഒരു ഡ്രോപ്പ് ഓയിൽ ഒഴിച്ചു, അത് നന്നായിട്ട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് 1 മണിക്കൂർ വയ്ക്കാം. മാവ് തുറന്ന് നോക്കാം. ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 മണിക്കൂർ കൊണ്ട് എടുത്തുന്നേ ഉള്ളൂ. ഇതൊന്നും കൂടെ കുഴയ്ക്കാം. മല്ലിയില ചെറുതാക്കി മുറിച്ചതാണ്, കുറച്ച് ക്രഷ്ഡ് ചില്ലി. മാവ് നല്ലോണം നല്ല പൊങ്ങി വന്ന മാവാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഷേപ്പർ വെച്ചിട്ട്, അല്ലെങ്കിൽ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. സ്ക്വയറായിട്ട് കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് എടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. റെസിപ്പി ഇഷ്ടമായല്ലോ, വളരെ ഈസി അല്ലേ, ട്രൈ ചെയ്യണേ. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യണം,
ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഞാൻ കുറേ ആയിട്ട് വീഡിയോ ചെയ്തിട്ടില്ല, കുറേ റീസൺ കൊണ്ട് എനിക്ക് കുറേ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, കുറേ കാലം വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയെല്ലാം ഇനി മുടങ്ങാതെ ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് നടക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അതിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസ് നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ് ഞാൻ തന്നെയാണ് എടുക്കുന്നത്. നിങ്ങളാണ് ചെയ്യുന്നത്, നിങ്ങളുടെ വീട്ടിലിരുന്നിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഓവനിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓവൻ റെസിപ്പീസ് ആണെങ്കിൽ അല്ല, വേറെ ഏതെങ്കിലും ഇപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്രൈസിങ്, റാപ്പിംഗ്, മാർക്കറ്റിംഗ്, പിന്നെ കുറേ റെസിപ്പീസൊക്കെ ചെയ്യണം. എന്താ പറയുക, ചോക്ലേറ്റിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ തന്നെ 2 ഗ്രേഡായിട്ട് വരുന്നത്. ഒന്ന് നമ്മൾ ബേസിക് ചോക്ലേറ്റ്സും അതേപോലെ അഡ്വാൻസ് ചോക്ലേറ്റ്സും കൂടെ ചേർത്തുള്ളൊരു കോഴ്സാണ്. പിന്നെ രണ്ടാമത്തെ വേറൊരു കോഴ്സുണ്ട്, അത് പ്രീമിയം ചോക്ലേറ്റ്സിനാണ്. എല്ലാവരും നന്നായിട്ട് സെയിലും ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ളവരും നന്നായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.